ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കുടപ്പുളി കഷ്ണം ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വഴറ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇരുമ്പമ്പുളി മരം അടിമുടി പൂത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു ഇരുമ്പമ്പുളികളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് വഴന്ന് വരുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അത് തിളച്ച് വരും. നമ്മളിന്ന് വെക്കുന്നത് മീൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കസ്രാവിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പം പുളിയൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചതാ. അതൊക്കെ അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രമേശേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകം വെക്കുന്നത്. ഇനി ഈ ഒരൊറ്റ മുള്ളൻ വറുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗഗ്ലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് മീൻ കറിയും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ കുംഭഭരണിയായിട്ട് ഇവിടെ അടുത്തുള്ള ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കഴിക്കില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കണമല്ലേ. അപ്പോൾ നമ്മുടെ മൗഗ്ലിക്കുട്ടനൊക്കെ ഈ മീനിന് പകരം സാമ്പാറോ മറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടൊക്കെ വേണം എനിക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2 കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ചെറുതായി ചതച്ചും കഴിഞ്ഞിട്ട് പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായക്കറി, കായ അരിഞ്ഞിട്ടും കഴിഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കായും ഇട്ടിട്ടുള്ള നേന്ത്രക്കായ ഇട്ടിട്ടുള്ള ഉണക്കസ്രാവിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ലാസ്റ്റ് ഇത്തിരി ഉള്ളി അങ്ങോട്ട് കാച്ചി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കറി ആയിരിക്കും കേട്ടോ. അപ്പോൾ 2-3 ദിവസം മുൻപ് ഞാൻ വെച്ചിരുന്നു. അന്ന് പക്ഷേ ഞാൻ കുറേ സ്രാവ് കഷ്ണങ്ങൾ ഇട്ടിട്ട് എന്താ പറയുക, കഷ്ണങ്ങളുടെ ആധിക്യം കൊണ്ട് എനിക്കത് അത്ര പോരാന്ന് തോന്നി കേട്ടോ. അപ്പോൾ അത് കുറച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ഈ കായും പുളിയും എല്ലാം കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപ്പിലിട്ടിട്ടുള്ള നെല്ലിക്ക എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ വേപ്പിലിട്ട് ഇളക്കി പിന്നെ നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള നെല്ലിക്ക ഉണ്ടല്ലോ അതും നല്ലപോലെ ഒന്ന് വഴറ്റി അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിനൊക്കെ വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തൈര് ഒഴിക്കാം കേട്ടോ. അതിൽ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മീനും കഴിക്കേണ്ട, ഇങ്ങനെ തൈര് ഒഴിച്ചിട്ടുള്ള നെല്ലിക്കൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കറിയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ കാട്ടിൽ ഒളിച്ച് കിടക്കാണ്ട് കേട്ടോ ഗാർഗി. ഇപ്പോൾ ഇവിടെയാണ് മുട്ടയിടാൻ വേണ്ടിയിട്ട് കയറി കിടക്കുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് രാഗി വണ്ടിയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെയല്ല ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ അരങ്ങൊക്കെ ഇട്ട് തോരണങ്ങൾ കൊണ്ട് ഒന്നാമത്തെ ചുട്ട് പഴുത്ത് കിടക്കുന്ന മണലാണ് കേട്ടോ ഇവിടെയുള്ളത്. അപ്പോൾ മുകളിൽ ഇങ്ങനെ ആ ഒരു തോരണങ്ങളുടെ ഒരു മറയെങ്കിലും ഉണ്ടല്ലോ. പിന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നിട്ടൊക്കെയാണ് തൊഴുതത് കേട്ടോ. തൊഴുത് അത് കൂടാതെ അവിടുത്തെ പിറന്നാൾ സദ്യ, ദേവിയുടെ പിറന്നാൾ സദ്യയൊക്കെ കഴിച്ച് ഗോതമ്പ് പായസമൊക്കെ കുടിച്ച് വീട്ടിലൊക്കെ വന്നു കേട്ടോ. പിന്നെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കലണ്ടറൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ മാസങ്ങളിൽ വിശേഷപ്പെട്ട ദിവസങ്ങൾ, കാര്യങ്ങൾ അതൊക്കെ നമ്മളൊന്ന് നോക്കിയൊക്കെ വെക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ബോധ്യമൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നാ വരുന്നത്, എന്നാണ് അത് സംഭവിച്ചത്, ഇതൊക്കെ നമുക്കറിയാനായിട്ട് മൊബൈലിൽ നോക്കിയാൽ മതി. എങ്കിലും നമ്മൾ കലണ്ടറിനെ അങ്ങനെ അങ്ങോട്ട് മറന്ന് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് വന്നാലാണ് നമുക്ക് അന്നത്തെ ദിവസം ജോലികളൊക്കെ നല്ല എനർജറ്റിക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ജോലികൾ അന്നന്ന് ചെയ്യേണ്ടത് അന്നന്ന് തന്നെ ചെയ്യണം അല്ലേ. എന്നിട്ട് നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മളതൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണം, എല്ലാം ചെയ്തിട്ടില്ലേന്ന്. അപ്പോൾ ഞാൻ ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് അലുവ വാങ്ങിയതാണ് കേട്ടോ. ഇതൊരു ബോക്സ് അലുവ 50 രൂപയാണ്. അതുപോലെ എനിക്കിഷ്ടമുള്ളത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേര് മധുരസേവ. അപ്പോൾ ഇതും എനിക്കിഷ്ടമാണ്. അപ്പോൾ പൊരി ഉഴുന്നുവടിയൊക്കെ നമ്മൾ ശിവരാത്രിക്കൊക്കെ വാങ്ങിയത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പൊരി ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ പകുതി ഈ കോഴിമക്കൾക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉഴുന്നുവടയാണെങ്കിൽ നമ്മുടെ മൗഗ്ലിക്കുട്ടനും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ അലുവയും ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ട് കഴിക്കാനാണ് എനിക്കാണ് ഇഷ്ടം. അവർക്ക് ആർക്കും അതൊന്നും ഇഷ്ടമല്ല കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ജോലികളും കഴിയുമ്പോൾ അടുത്ത ജോലി, അങ്ങനെയാണ് വീട്ടമ്മമാരുടെ ജോലിയൊക്കെ അല്ലേ. ഇപ്പം നമ്മൾ വർക്കിംഗ് മോം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മുടെ ജോലികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ചെയ്യാനുള്ള ജോലികൾ നമ്മളൊന്നും പെൻഡിങ്ങിൽ ഇടരുത് കേട്ടോ. പിറ്റേ ദിവസം ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം, 3 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ബർഡനായിട്ട് നമ്മുടെ മനസ്സിന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് അന്നന്ന് ചെയ്യേണ്ടുന്ന ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ തുടർച്ചയായിട്ട് ജോലി ചെയ്യാമെന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. നമ്മൾ ജോലികൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ജോലി ചെയ്ത് കഴിയുമ്പോഴും കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അതെന്ത് ജോലി ആയിക്കോട്ടെ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ കിച്ചണിൽ നമ്മൾ ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചോ, ഒരു കറി ആവാനായിട്ട് ഒരു 20 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ 20 മിനിറ്റ് നമ്മൾ കിച്ചണിൽ ഇങ്ങനെ നിന്ന് നമ്മുടെ കാലൊക്കെ വേദനിച്ച് അല്ലെങ്കിൽ നമുക്കൊരു മുഷിപ്പൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റൂളോ ഒരു ചെയറോ നിർബന്ധമായിട്ടും നമ്മൾ നമ്മുടെ കിച്ചണിൽ ഇട്ടിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് തിളച്ച് പറ്റുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം അവിടെ ഇരിക്കാം. അപ്പോൾ നമുക്ക് ആ ജോലിയിൽ ഒരു മടുപ്പ് തോന്നില്ല, അതൊരു സന്തോഷമായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. നമ്മൾ റെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ. 5:30 സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രമേശേട്ടൻ ഓഫീസ് വിട്ട് വരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓടി ചെന്നത്, എന്നും ഞാൻ ഗേറ്റ് തുറന്ന് വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്തിരി ലേറ്റായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുറക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ മൗഗ്ലിക്കുട്ടനും ഓടി വന്നിട്ടുണ്ട്. കാരണം ഇന്ന് രമേശേട്ടൻ വരുമ്പോൾ മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏത് മീനാണ് വാങ്ങേണ്ടായിരുന്നു. അപ്പോൾ കിളിമീൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിളിമീൻ്റെ ആ സ്മെല്ലൊക്കെ അടിച്ചിട്ട് മൗഗ്ലിക്കുട്ടൻ ഓടണ്, പിന്നെ കിറ്റിലേക്ക് നോക്കണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് മൗഗ്ലിക്കുട്ടന് സന്തോഷമായിട്ടാണ്. അല്ലെങ്കിൽ മൗഗ്ലിക്കുട്ടൻ്റെ വിചാരം രമേശേട്ടൻ പോകുന്നത് കടലിൽ നിന്ന് മീൻ പിടിക്കാനാണെന്നാണ് ഞാൻ പറയുക കേട്ടോ. അതുപോലെയാണ് ഇന്നും അതെ, ഓടിച്ചെല്ലും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അരുവിയിൽ റെഡ് കളറുള്ള അരുവിയാണ് കേട്ടോ. അതിനൊരു പ്രത്യേക പശ്ചിമയായിരിക്കും, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ രമേശേട്ടന് ഇഷ്ടം ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 പീസ് എടുത്തിട്ടാണ് പുറത്ത് വയ്ക്കുന്നത് കേട്ടോ. അതും അതുപോലെ തന്നെ മധുരസേവയും, രണ്ടും മധുരമുള്ളതാണ്. അപ്പോൾ ഈ മധുരമുള്ളത് തന്നെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉഴുന്നുവട പൊട്ടിച്ചും കഴിഞ്ഞിട്ട് അതും കൂടി ഇടാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. പിന്നെ മധുരം മാത്രം ആവില്ല, നമ്മുടെ വീട്ടിലെന്ന് പറയണമെങ്കിൽ നെല്ലിക്ക് ഉപ്പിലിട്ടതുണ്ട്, ലൂവിക്ക് ഉപ്പിലിട്ടതുണ്ട്, അതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണ എടുത്ത് തിന്നാൽ മതി, പിന്നെ നമ്മൾ 10 ഗ്ലാസ് വെള്ളം അറിയാതെ ആയാലും കുടിച്ചോളും. അത്രയ്ക്കും വേനലും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ രമേശേട്ടൻ ഫ്രഷായിട്ട് വരുമ്പോഴേക്ക് ഇതൊക്കെ പൊട്ടിച്ചും കഴിഞ്ഞ് പ്ലേറ്റിലിടാണ് കേട്ടോ. ഇട്ടിട്ട് വേണം ഫസ്റ്റ് തന്നെ റെഡ് അലുവ എടുത്തിട്ട് എനിക്ക് തിന്നാനായിട്ട് കേട്ടോ. നമ്മൾ സമയത്തിന് നല്ല വില കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ആ സമയത്തിന് ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. രാവിലെ ചെയ്യേണ്ട ജോലി നമ്മൾ ഉച്ചതിരിഞ്ഞ് ചെയ്യുക, ഉച്ചതിരിഞ്ഞ് ചെയ്യേണ്ട ജോലി നമ്മൾ രാത്രി ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് രാത്രി എന്താ പറയുക, കിടക്കുന്നത് വരെ ജോലി തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ വർക്കിംഗ് മോം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ കറക്റ്റ് ടൈമിന് നമ്മുടെ ജോലികളൊക്കെ കഴിച്ച് വെച്ച് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കുറച്ച് സമയം ഇരിക്കണം കേട്ടോ. അത് നമ്മുടെ ലൈഫിൽ നല്ലൊരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന കാര്യമാണ്. ഓരോ ജോലി കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തണം കേട്ടോ. നമ്മളോട് ആരും നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഒന്നും പറയില്ല, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ അല്ലെങ്കിൽ കുറച്ചും കൂടിയും സമയം എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെ അവരൊന്നും പറഞ്ഞൊന്നും വരില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ മാത്രം സന്തോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ പരമാവധി നമ്മൾ തന്നെ സന്തോഷിക്കാനുള്ള ഒരു സമയമൊക്കെ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ സന്തോഷം എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം എത്ര ചെറുതായാലും നമ്മൾ കണ്ടെത്തണം കേട്ടോ. ആ ഒരു വരുമാനം നമുക്ക് കയ്യിൽ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ജോലിയല്ല 2 ജോലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ 2 ജോലിയും ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഉള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വില വെച്ച് വേണം നമ്മൾ എല്ലാ ജോലിയും നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ 5:30 കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. നല്ല വെയിലാറിയ സമയത്താണ് ഞാനും രാഗിയും സന്ധ്യയും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പച്ചമുളകിനൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഒരു സന്തോഷമാണ് കേട്ടോ. നമുക്ക് വേറെ പുറത്തുള്ള ജോലികളുടെ പോലെയൊന്നുമല്ല, ഇവിടെ വന്നും കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുളത്തിൻ്റെ അടുത്ത് നിന്ന് കുളത്തിലെ വെള്ളമൊക്കെ എടുത്ത് അതിൽ നിന്ന് കുറച്ച് മോട്ടറിലൊക്കെ ഒഴിച്ച് മോട്ടറൊക്കെ അടിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഇവിടെയൊക്കെ നനയ്ക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ മോട്ടർ വെള്ളം എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുളത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തും കഴിഞ്ഞിട്ട് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ പുറത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വെള്ളം അത്രത്തോളം കുറഞ്ഞിട്ട് കേട്ടോ.
ആദ്യം ഒരു 3-4 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ വെള്ളം കണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പം 5 കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ ഈ പായലൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് ബക്കറ്റ് കൊണ്ടൊന്ന് മാറ്റി തുടിച്ച് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വെള്ളം എടുത്തും കഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഇന്ന് 2 പ്രാവശ്യം വെള്ളം എടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് മോട്ടർ അടിക്കാനായിട്ട് പറ്റിയത് കേട്ടോ. മോട്ടർ ഷെഡിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു മാവുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മാങ്ങ കൊല കൊത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാഗി അതിൽ നിന്ന് ഇങ്ങനെ ഇതാ ഒരു ഓലമടലൊക്കെ എടുത്ത് തട്ടി കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ അന്നാന്ന് ജോലികളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സന്തോഷിച്ചതായിട്ടുള്ള ഒരു 3 കാര്യങ്ങളെക്കുറിച്ചെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അതുപോലെ ഇന്നത്തെ നല്ല അനുഭവങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയാനായിട്ടും നമ്മൾ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട്. അങ്ങനെയാണെങ്കിലാണ് പിറ്റേ ദിവസം നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് എഴുന്നേറ്റും കഴിഞ്ഞ് എനർജറ്റിക്കായിട്ട് എല്ലാ ജോലികളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 2 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മീൻ നാളെ വെക്കണം, ഇന്ന് കൊണ്ടുവന്ന മീൻ അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒടിഞ്ഞു വീണ കായ്ക്കൊലയൊക്കെ അതേ കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മൾ കുറച്ച് സമയം എഴുതാനോ അല്ലെങ്കിൽ നമ്മൾ പുസ്തകം വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതിനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ അങ്ങനെ നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം കേട്ടോ. ഏത് ടൈമും നമ്മൾ മൊബൈലും ടി വി ആയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് പാടില്ല കേട്ടോ. നമ്മുടെ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നല്ല എനർജറ്റിക്കായിട്ട് എഴുന്നേൽക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇനിയും മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.